UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്തറ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം MJ ടോമി ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravoor. കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റി UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം ബോൾഗാട്ടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ചെറായി ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC ജനറൽ സെക്രട്ടറി MJ ടോമി ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ടോണി ചമ്മണിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കർഷക കോൺഗ്രസിന്റെ നിയോജകമണ്ഡല കമ്മിറ്റി നടത്തിയ വാഹന പ്രചരണ ജാഥ ഈ ദേവസ്വം നടയിൽ സമാപിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ, ദിവസങ്ങൾ മാത്രമേ. അടുത്ത 9-ാം തീയതി നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ്. ഈ പ്രാവശ്യം പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാൻ ജനങ്ങൾ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്ത് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ നാട്ടിൽ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ജനങ്ങൾക്കുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് ജയിച്ചത്. അത് തൃക്കാക്കരയിലായാലും പുതുപ്പള്ളിയിലായാലും നിലമ്പൂരായാലും പാലക്കാടായാലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സർക്കാരിന് ജനവിധിയാണെന്ന് LDF നേതാക്കന്മാർ ആണയിട്ട് പറഞ്ഞു, ഞങ്ങൾ വോട്ട് ചെയ്യണം. പക്ഷേ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ ജനങ്ങൾ വോട്ട് ചെയ്ത മുഴുവൻ UDFിലാണ്. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചരിത്ര ഭൂരിപക്ഷം നേടാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നാടിന്റെ വികസനം 20 വർഷമായി വികസനം മുരടിപ്പുകൊണ്ട് പൊറുതിമുട്ടിയ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ശ്രീ പുരുഷോത്തമൻ, അതേപോലെ തന്നെ ശർമ്മ 2 ടൈം, അതേപോലെ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ 20 വർഷക്കാലം നമുക്ക് പാഴായെന്ന് തന്നെ പറയാം. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് കേരളത്തിൽ ഉണ്ടായതെങ്കിലും ഈ MLA-മാർക്ക് ശർമ്മ ഒരു പ്രാവശ്യം മന്ത്രിയുമായിരുന്നു, ഒരു പ്രാവശ്യം MLA ആയിരുന്നു, ഉണ്ണികൃഷ്ണൻ MLA ആയിരുന്നു. ഇവർക്കൊന്നും തന്നെ അസംബ്ലിയിൽ നമ്മുടെ വൈപ്പിൻകരയുടെ വികസനത്തെ കുറിച്ച് ഒന്നും പ്രതിപാദിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവരുടെയൊക്കെ ഭരണം പാർട്ടി ഓഫീസിൽ മുഖേനയാണ്. അതേസമയത്ത് കോൺഗ്രസിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFിന്റെ ഭരണമാണ്. നമുക്ക് കേരളത്തിൽ 100-ൽ കൂടുതൽ സീറ്റ് നേടി കിട്ടാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഭരണത്തിൽ പങ്കാളികളാകേണ്ടതാരാണ്? കേരളത്തിൽ UDFിന്റെ ഭരണം വരുമ്പോൾ ഇവിടെ നിന്നും ടോണി ചമ്മണി ജയിച്ചാൽ നമ്മുടെ വൈപ്പിൻകരയുടെ മുരടിച്ചിരിക്കുന്ന വികസനങ്ങളെല്ലാം നടപ്പാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ വികസനം നടപ്പാക്കണമെങ്കിൽ നമുക്കറിയാം, ഈ ഒരൊറ്റ സംസ്ഥാന പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അഴീക്കോട് മുനമ്പം പാലം ഇപ്പോൾ തന്നെ അധികം വൈകാതെ തുറക്കും. അപ്പോൾ നമുക്കൊരു തീരദേശ കായലൊരു റോഡ് എവിടെ? ഇതൊന്നുമില്ല, ഒരു പ്ലാനിങ്ങും പദ്ധതിയുമില്ല. അങ്ങനെയുള്ള വികസനം എന്താണെന്നറിയാത്ത 4 ടൈമിൽ MLA-മാരാണ് LDFിനെ പ്രതിദാനം ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കൊരു വികസന നായകന് വേണ്ടേ? നമ്മുടെ നാട് വികസിക്കണ്ടേ? നമുക്ക് ഈ റോഡിന് സമാന്തരമായി കായലോര തീരദേശ റോഡുകൾ വേണ്ടേ? നമുക്ക് ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം 2004 ജൂൺ 5-ാം തീയതി ഗോശ്രീ പാലം തുറന്നതിന് ശേഷം 21 കൊല്ലം പിന്നിട്ടിട്ടും നമ്മുടെ ബസ്സുകൾ നഗരത്തിലേക്ക് നിരന്തര സമരങ്ങൾ കോൺഗ്രസ് പാർട്ടിയും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയും മറ്റ് പല സംഘടനകളും നടത്തിയിട്ടും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ വന്ന് 5 ബസ്സുകളെയാണ് നഗരത്തിലേക്ക് കയറ്റിവിട്ട് ആളുകളെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞത്. മനസ്സിലായോ? അതിനുശേഷം നമ്മളിപ്പോൾ 150 ബസ്സുകളിൽ പോകുന്ന ആളുകളെല്ലാം ഹൈക്കോർട്ടിന്റെ അവിടെ നിന്നിട്ട് വെയിലത്തും മഴയത്തും ഒരു ബസ് സ്റ്റാൻഡില്ല, ടോയ്ലറ്റ് സംവിധാനമില്ല, ഇതൊന്നുമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ടോണി ചമ്മണിയുടെ പ്ലാനിംഗ് ആണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊച്ചിൻ കോർപ്പറേഷൻ മേയറായിരുന്നു, എനിക്കറിയാം മറൈൻ ഡ്രൈവിന് സമീപം ഒരു സ്ഥലമുണ്ട്, അവിടെ വൈറ്റിലെ ഹബ്ബ് പോലെയുള്ള ഒരു സ്റ്റാൻഡ് പണിതാൽ നമുക്ക് ഇവിടെ നിന്നുള്ള ബസ്സുകൾ അവിടെ കയറ്റി വിടാൻ സാധിക്കും, ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ.
അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതുപോലെ ബോൾഗാട്ടിക്ക് സമാന്തരമായി ഒരു പാലം വേണം. ആ പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് യഥേഷ്ടം ഇപ്പോൾ കണ്ടെയ്നർ റോട്ടിൽ നിന്നും വൈപ്പിനിൽ നിന്നും ഒക്കെ വരുന്ന വണ്ടികൾ കുപ്പിക്കഴുത്ത് പോലെയുള്ള ആ ബോൾഗാട്ടി പാലത്തിൽ കിടന്ന് കൺജസ്റ്റഡ് ആകുകയാണ്, തിങ്ങി ഞെരുങ്ങുകയാണ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കണ്ടെയ്നർ റോഡ്, മുളവുകാട് പാലം വേണം കുക്കാട് നിന്ന്. അതിനുവേണ്ടി അതേപോലെ തന്നെ യാത്രാ സൗകര്യം ഏറ്റവും സുഗമമാക്കുവാനുള്ള മാസ്റ്റർ പ്ലാനിംഗ് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി ടോണി ചമ്മണി. കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്തറ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 20 വർഷമായി വികസന മുരടിച്ച നേരിടുന്ന വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ വികസന പാത തുറക്കുവാൻ UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണിയെ വിജയിപ്പിക്കുവാൻ പ്രസംഗത്തിൽ MJ ടോമി പറഞ്ഞു. വാഹന പ്രചരണ ജാഥയിൽ കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി, മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് അക്വിലിൻ ലോപ്പസ്, JSS ജില്ലാ സെക്രട്ടറി VK സുനിൽകുമാർ, പള്ളിപ്പുറം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് VS സോളിരാജ്, VR സുനിൽ, കോൺഗ്രസ് പുതുവൈ മണ്ഡലം പ്രസിഡന്റ് ശ്യാംകുമാർ, ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സരിത സനൽ, ദിലീപ് വൈപ്പിൻ, ജോസി ചക്കാലക്കൽ, ജോസഫ് നരികുളം, ഫ്രാൻസിസ് അറക്കൽ, കുഴുപ്പുള്ളി മണ്ഡലം പ്രസിഡന്റ് അനിരുദ്ധൻ, ജോസ് പോൾ, ബേബി കൃഷ്ണ, രാജൻ ചെറായ് തുടങ്ങിയവർ പ്രസംഗിച്ചു.